അമേരിക്കയിലെ വലിയൊരു സൈബർ അറ്റാക്ക് സംഭവിക്കുന്നു. അതായത് അമേരിക്കയിലെ എല്ലാ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും 1 മിനിറ്റ് നേരത്തേക്ക് ഷട്ട് ഡൗൺ ആവുന്നു. കൂടെ വൈറ്റ് സ്ക്രീനിൽ ഒരു മെസ്സേജ് ദിസ് വിൽ ഹാപ്പൻ അഗെയിൻ. അതോടെ ഈ ഒറ്റ അറ്റാക്ക് കാരണം വളരെ വലിയ നഷ്ടങ്ങളാണ് അമേരിക്കയിൽ സംഭവിക്കുന്നത്. ഒരുപാട് മരണങ്ങൾ, നാശനഷ്ടങ്ങളെല്ലാം ഉണ്ടാകുന്നു. ജനങ്ങൾ മൊത്തം പരിഭ്രാന്തരാകുന്നു. തെരുവുകളിൽ കലാപം തുടങ്ങുന്നു. ഇതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് അറിയാത്ത യുഎസ് പ്രസിഡന്റ് ഒരു കമ്മീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് ഈ ഹാക്കിങ്ങിന്റെ ഉത്തരവാദിത്വം ആരാണ്? അവരെ കണ്ടെത്തുക, അത് പുറത്തു കൊണ്ടുവരുന്ന ലക്ഷ്യത്തോടെ സീറോ ഡേ കമ്മീഷൻ എന്ന പേരിൽ ഒരു കമ്മീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിന്റെ തലവനായി ജനങ്ങൾക്ക് മുൻപ് വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്ന മുൻ അമേരിക്കൻ പ്രസിഡന്റായ ജോർജ് മുള്ളറെ നിയമിക്കുന്നു. സീറോ ഡേ കമ്മീഷന്റെ തലവനായി നേരിട്ട് വന്ന് നിയമിതനാകുന്നതിന് മുമ്പ് തന്നെ ജോർജ് മുള്ളർ ഇതിനെപ്പറ്റി അന്വേഷണം സ്റ്റാർട്ട് ചെയ്യുന്നു. തന്റെ സുഹൃത്തായ ഒരു പഴയ മൊസാദ് സ്പൈയിൽ നിന്നും ഇതാരാണ് ചെയ്തതെന്നും CIA ബ്രീഫിംഗ് വഴി ഇതെങ്ങനെയാണ്, ഏതൊക്കെ വഴിയാണ് ചെയ്തതെന്നും അയാൾക്ക് കിട്ടുന്നു, മനസ്സിലാക്കുന്നു. ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുന്നത് ഒന്നാമത്തെ എപ്പിസോഡിന്റെ പകുതി കൊണ്ട് മാത്രമാണ്. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നും എന്തൊരു വലിയ കാര്യം സംഭവിച്ചു, അതാരാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇനി എന്താണ് കഥ? ഇനി എന്തിനാണ് വെബ് സീരീസ് കാണുന്നതെന്ന്? അവിടെയാണ് അവസാനത്തെ 10 മിനിറ്റ് ഒരു ബോംബ് പൊട്ടിക്കുന്നത്. ഒരു പക്ഷേ കിളി പറത്തുന്ന ഒരു ഗംഭീര ട്വിസ്റ്റ് ഒന്നാമത്തെ എപ്പിസോഡിന്റെ അവസാനത്തെ 10 മിനിറ്റിൽ കാണിക്കുന്നുണ്ട്. ആ 10 മിനിറ്റ് കാരണമാണ് ബാക്കിയുള്ള 5 എപ്പിസോഡും ഒറ്റയടിക്ക് എന്നെ ഇത് സീരീസ് കാണാൻ പ്രേരിപ്പിച്ചത്. പറഞ്ഞു വന്നത് നെറ്റ്ഫ്ലിക്സിലെ സീറോ ഡേ എന്ന ലിമിറ്റഡ് സീരീസിനെ പറ്റിയാണ്.